ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി ഒഞ്ചിയത്തെ വെട്ടിപ്പൊളിച്ച റോഡുകൾ റിപ്പയർ ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ. കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കെ രമ MLA ഇടപെട്ട് പ്രതിഷേധം താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയായിരുന്നു. വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന ആവശ്യവുമായിട്ടാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ജനപ്രതിനിധികൾ ഉപരോധിച്ചത്. ഞങ്ങള് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസം ഇതേപോലെ ഈ ഓഫീസിനകത്ത് ഒരു 4 മണിക്ക് വന്നിരുന്നു. ഈ ജലജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരമാകാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പൊ അന്ന് ഇവിടുത്തെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വടകരയിലെ CI ഉൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം രാത്രി 7:30 മണിയോടുകൂടി ഉണ്ടാക്കിയ ഒരു തീരുമാനം 2025 മാർച്ച് 31 ഈ പറയാവുന്ന രീതിയിലേക്ക് 33 റോഡുകളുടെ അടിയന്തര പ്രവൃത്തി, അതിനുശേഷം മെയ് മാസത്തോടുകൂടി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റീസ്റ്റോറേഷൻ പ്രവൃത്തിയും പൂർത്തീകരിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന് ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം സന്തോഷത്തോടുകൂടി തിരിച്ചുപോയതാണ്. പക്ഷെ 33 എന്ന് പറഞ്ഞ് ഏകദേശം 30-ന്റെ അടുത്ത് ഞങ്ങൾക്കത് ചെറിയ തർക്കങ്ങളുണ്ട്. ആ 30-ന് റോഡ് റീസ്റ്റോറേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നും ചെയ്യാതെ കരാറുകാരൻ പാതി വഴി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ നിരന്തരമായി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ ബന്ധപ്പെട്ട താലൂക്ക് ജില്ലാ ഭരണാധികാരികളെയും എല്ലാം ഈ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടും പുല്ലുവില കൂട്ടാക്കാത്ത നിലയിലേക്ക് എന്ന് മാത്രമല്ല എല്ലാ ജനങ്ങളും, ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ധരിക്കുന്നത് ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ജനപ്രതിനിധികളുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞു പോലും ഈ പറയാവുന്ന തരത്തിലേക്ക് ചിത്രീകരിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രശ്നത്തിന് ജലജീവൻ പദ്ധതി മാസങ്ങൾക്ക് മുന്നേ ഇതേ ആവശ്യം ഉന്നയിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ AEയെ ഉപരോധിച്ചിരുന്നു. തുടർന്ന് 32 റോഡുകൾ റിപ്പയർ ചെയ്തിരുന്നു. 2 വർഷത്തിന് മേലെയായി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലജീവൻ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ട് ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ കാൽനടയാത്ര പോലും ഇവിടെ ദുഷ്കരമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഉപരോധ സമരത്തിൽ ഏർപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണി മുതൽ ആരംഭിച്ച സമരം 7 മണിയോടെയാണ് കെ രമ MLA ഇടപെട്ട് അവസാനിപ്പിച്ചത്. 26-ാം തീയതി MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുധീർ മഠത്തിൽ, ശാരദ വത്സൻ, ജനപ്രതിനിധികളായ ജൗഹർ വെള്ളിക്കുളങ്ങര, MV രഞ്ജിത്ത, ഷജിന കൊടക്കാട്ട്, CK ചന്ദ്രി, നിരോഷ ധനേഷ്, ജനകീയ മുന്നണിയുടെ നേതാക്കന്മാരായ K ചന്ദ്രൻ, PV അരവിന്ദാക്ഷൻ, KN അശോകൻ, VP യൂസഫ്, VV മുഹമ്മദ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു.